CUT UG 2026 250 മാർക്കിൽ 100 മാർക്കിനും 170 മാർക്കിനും ഇടയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ടയർ 1, ടയർ 2, ടയർ 3 യൂണിവേഴ്സിറ്റികൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടയർ 2ൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഈ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാതിരിക്കില്ല, എന്തായാലും കിട്ടുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ടയർ 2ലുള്ള ടയർ 3ലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. ആദ്യം ഞാൻ ടയർ 2ൽ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU ഒരു ടയർ 1 യൂണിവേഴ്സിറ്റിയാണ്. എന്നിരുന്നാലും നിങ്ങൾ കൊടുക്കുകയാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം അവിടുത്തെ ഒരു ആപ്ലിക്കൻസിനനുസരിച്ച് അതിൻ്റെ ഒരു കാറ്റഗറി സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ OBC SC ST EWS കാറ്റഗറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അവിടുത്തെ BHUവിൻ്റെ NARF റാങ്ക് എന്ന് പറഞ്ഞാൽ 6th ആണ്. ഓവറോൾ ആയിട്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കിങ്ങിൽ 6th റാങ്കാണ് BHUവിന് വരുന്നത്. പിന്നെ ഉള്ളത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അതിൻ്റെ അപ്ലിക്കേഷൻ ക്ലോസ് ആയി 30th ജൂൺ ആയിരുന്നു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് മിസോറം യൂണിവേഴ്സിറ്റിയാണ്. മിസോറം യൂണിവേഴ്സിറ്റിക്ക് റാങ്കിങ് എന്ന് പറയുന്നത് NARF റാങ്കിൽ 82 ആണ് റാങ്കിങ് വരുന്നത്. അത് വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. ടയർ 2 യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുത്താൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ വരുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ആവിയേഷൻ യൂണിവേഴ്സിറ്റിയാണ്. അത് നിങ്ങൾക്ക് അവിടെ എനിക്കൊന്ന് BB MBA പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നോർത്ത് ഈസ്റ്റേൺ ലില്ലി യൂണിവേഴ്സിറ്റി, നെഹു എന്നാണ് പറയുന്നത്. ടയർ 2 യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് നെഹു എന്ന് പറയുന്നത്. അവിടുത്തെ അക്കാഡമിക്സ് ആൻഡ് ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണെന്നാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ മലയാളീസ് ഒക്കെ ഉണ്ട്. മലയാളീസ് ആയിട്ടുള്ള സീനിയേഴ്സ് ഒക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റിയാണ് നെഹു എന്ന് പറയുന്നത്, നോർത്ത് ഈസ്റ്റേൺ ലില്ലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന BBAU, ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഏകദേശം NARF റാങ്കിൽ 37th വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ടയർ 1ൽ കണക്കാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്നിരുന്നാലും ഈ ഒരു മാർക്ക് 100 to 170 ഇടയിൽ മാർക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയേക്കാം. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിലൊക്കെ പറയുമ്പോൾ സൈക്കോളജി പോലുള്ള കോഴ്സുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും ടയർ 2ൽ കണക്കാക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്ന് പറയുന്നത്. പിന്നെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ടയർ 1ൽ ഉൾപ്പെടുത്താൻ ടയർ 2ൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ആണ്. അതിന്റെ NARF റാങ്ക് ബേസ്ഡ് ആയിട്ടില്ല, മറിച്ച് അതിന്റെ അവിടുത്തെ അക്കാഡമിക്സും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ആപ്ലിക്കൻസിനെ അനുസരിച്ചാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളീസ് നോക്കുന്നൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മാർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ലാംഗ്വേജ്, ഡൊമൈൻ, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. 750 നിങ്ങളുടെ മാർക്ക് ഒരു എന്താ പറയുക 100 170 ഒരു 3 times കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മാർക്കാണോ കിട്ടുന്നത് അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്റെ ഒരു NARF റാങ്കിങ് 77th ആണ്. എന്നിരുന്നാലും സയൻസ് കോഴ്സുകളിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ വരുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. സയൻസിനൊക്കെ പേര് കേട്ട പ്രൊഫസേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക. ഇത് ടയർ 1ൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. അപ്പൊ ആ കാര്യം കൂടി ഉണ്ട്. പിന്നെ വരുന്നത് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയാണ്, മനു എന്ന് പറയും. അപ്പൊ അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറുദു പഠിച്ചിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. +2 അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലായിട്ട് ഉറുദു പഠിച്ചിരിക്കണം, 10th എന്തെങ്കിലായിട്ട് ഉറുദു പഠിച്ചിരിക്കണം എന്ന ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. മനുവിലൊക്കെ സ്പോട്ട് അഡ്മിഷൻ വരെ പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലൊക്കെ. അപ്പൊ മനുവിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ 2ൽ ഉൾപ്പെടുത്താൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ് മനു എന്ന് പറയുന്നത്. വൺ ഓഫ് ദി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മനു എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി റാങ്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, 5th റാങ്കിലൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി വരുന്നത്. ടയർ 1ൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. എന്നിരുന്നാലും അതിന്റെ കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ മാർക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 ലാംഗ്വേജ് 2 ഡൊമൈൻ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് 3 ഡൊമൈനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 100 170 ആ ഒരു ഇതിൽ കാൽക്കുലേറ്റ് 4 തവണ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും കിട്ടാതിരിക്കൂല. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ 68 ആണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ്. അത് ടയർ 1ൽ വരുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് എല്ലാ വർഷവും അഡ്മിഷൻ കിട്ടാറുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു എന്ന് പറയുന്നത് അതിന്റെ പൊതുവെ ആപ്ലിക്കേഷൻ കുറച്ച് നേരത്തെയാണ്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും. നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു നിങ്ങൾ മറക്കാതെ നോക്കാതെ നിങ്ങൾ എത്ര മാർക്കാണെന്നുണ്ടെങ്കിൽ വിഷയമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും.
പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. കർണാടകയിലും നമ്മളെ കേരളത്തിന് അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എന്ന് പറയുന്നത്. ഗുൽബർഗിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കർണാടകയിൽ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കാഡമിക്സ് ഒക്കെ ഉള്ള നല്ല യൂണിവേഴ്സിറ്റിയാണ്. ബികോം പോലുള്ള കോഴ്സുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബികോം, BBA, പിന്നെ നമുക്ക് സൈക്കോളജി കോഴ്സ് സംതിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, CU രാജസ്ഥാൻ എന്ന് പറയുന്നത് NIRF റാങ്കിൽ 89th വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. ടയർ 1 വേണം നമുക്കിത് കണക്കാക്കാൻ പറ്റും. എന്നിരുന്നാലും ടയർ 2 ഈ ഒരു ടയർ 2 നമ്മൾ കണക്കാക്കി വെക്കുന്നതാണ്. നിങ്ങളുടെ മാർക്ക് ഞാൻ പറഞ്ഞ മാതിരി 100 to 170 ബിറ്റ്വീൻ ആണ് ഒരു സബ്ജക്റ്റിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, പിന്നെ ഗുരു കാശിദാസ് വിശ്വവിദ്യാലയം, ഇവിടെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇത് ടയർ 2 യൂണിവേഴ്സിറ്റി ആണ്. ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ്, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി വരുന്ന ടയർ 3 യൂണിവേഴ്സിറ്റികൾ ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം. ഈ ടയർ 3 യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മാർക്ക് ഇടയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ടയർ 3 യൂണിവേഴ്സിറ്റികളിൽ വരുന്നത് ആസാം യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ഇത് ടയർ 2 കണക്കാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ക്യാമ്പസ് ഒരു വേറെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു ക്യാമ്പസ് കാര്യങ്ങളൊക്കെ CU ആന്ധ്രാപ്രദേശിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, പിന്നെ DHSGU, ഒരുപാട് മലയാളീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് DHSGU എന്ന് പറയുന്നത്. പിന്നെ HNBGU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, പിന്നെ IGNTU, പിന്നെ മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയ, മണിപ്പൂർ യൂണിവേഴ്സിറ്റി, നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി, നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി, പിന്നെ സമ്മക്ക സർക്കാർ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, സിക്കിം യൂണിവേഴ്സിറ്റി, ത്രിപുര യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, പിന്നെ ഇതിൽ കണക്കാക്കേണ്ട രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അരുണാചൽ പ്രദേശിലുള്ള. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കീപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. ടയർ 2 യൂണിവേഴ്സിറ്റികളിൽ കണക്കാക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുകയാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിക്കൊന്ന് അവിടുത്തെ ഒരു സബ്ജക്ട് ക്രൈറ്റീരിയ ഒറ്റൊരു സബ്ജക്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ മാർക്ക്. 250 ഒരു 100 to 170 ബിറ്റ്വീൻ ആണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 ഈ 100 to 170 ഇടയിലുള്ള 2 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 750 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ആ ഒരു മാർക്കിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ എന്തായാലും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാർക്ക് കുറഞ്ഞ് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറഞ്ഞതൊരു 5 യൂണിവേഴ്സിറ്റികളെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെ കിട്ടും. പിന്നെ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയതിനു ശേഷം അതിനേക്കാൾ നല്ല യൂണിവേഴ്സിറ്റികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്യാൻസൽ ചെയ്തതിനു ശേഷം അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാൻ പറ്റുന്നതാണ്. അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക, കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓൾ ദ ബെസ്റ്റ്.